സുരേന്ദ്രനെതിരെ ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. തന്നെ ഭൂമി തട്ടിപ്പ് കേസിൽ കുടുക്കാൻ കടകംപള്ളി ശ്രമിച്ചുവെന്നാണ് പോറ്റിയുടെ പരാതി. കേസെടുക്കണമെന്നാണ് ആവശ്യം. ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതിയിൽ പറയുന്നു. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരമൊരു പരാതിയുമായി രംഗത്തെത്തുന്നത്? വിശദാംശങ്ങൾ എന്താണ്? വിനീത, ഈ കഴിഞ്ഞ ദിവസം അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവിക ജാമ്യം ലഭിച്ച പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ കഴക്കൂട്ടം സ്വദേശിനിയായിട്ടുള്ള പ്രതിഭ എന്നൊരു സ്ത്രീ SITക്ക്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITക്ക് ഒരു പരാതി നൽകുകയാണ്. ആ പരാതിയിൽ പറയുന്നത് തന്റെ അടുത്ത് നിന്ന് 2017 ഉണ്ണികൃഷ്ണൻ പോറ്റി ഭൂമി വാങ്ങി. ആ ഭൂമി വാങ്ങിയപ്പോൾ തനിക്ക് കുറഞ്ഞ തുക മാത്രമാണ് നൽകിയത്. അത്തരത്തിൽ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നുള്ളതായിരുന്നു ഈ പരാതിയിൽ പറയുന്നത്. ആ പരാതിയിൽ പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. SITക്ക് ഇക്കാര്യം അന്വേഷിക്കുന്നതിന് ചില പരിമിതികളുമുണ്ട്. പക്ഷേ ഈ പരാതിക്ക് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു പരാതി നൽകിയിരിക്കുന്നത്. അതായത് 2017 ഉണ്ടായ ഈ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം 2024 തുമ്പ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കടകംപള്ളി സുരേന്ദ്രന്റെ മധ്യസ്ഥതയിൽ ഒത്തുതീർന്നതായിരുന്നു. അന്ന് ഈ പ്രതിഭ എന്ന് പറയുന്ന സ്ത്രീക്ക് 3 കോടി രൂപയുടെ കടമുണ്ടായിരുന്നു. ആ കടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ സാമ്പത്തികമായി തന്നോട് ഈ സ്ത്രീയെ സഹായിക്കണമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അതായത് അത്തരത്തിൽ കടകംപള്ളിയും താനും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് പോറ്റിയുടെ പരാതിയിൽ പറയുന്നത്. അങ്ങനെ ആ സ്ത്രീയെ സഹായിക്കണമെന്ന് കടകംപള്ളി തന്നോട് ആവശ്യപ്പെട്ടെങ്കിലും അന്നത്തെ സ്ഥിതി വെച്ച് തനിക്ക് അതിന് കഴിഞ്ഞില്ല. പക്ഷെ പിന്നീട് ആ സ്ത്രീ തനിക്കെതിരായിട്ടുള്ള സിവിൽ കേസ് പിൻവലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. പക്ഷെ പിന്നീട് ഈ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം പഴയ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് വീണ്ടും ഒരു പരാതി ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITക്ക് സ്ത്രീയെ കൊണ്ട് നൽകിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണെന്നുള്ളതാണ് പോറ്റി പറയുന്നത്. അതിനു പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാനും ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി താൻ എല്ലാ കാലവും ജയിലിനകത്ത് കിടക്കാനും വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിനു പിന്നിൽ എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. ഈ പരാതിയിൽ എന്ത് തുടർ നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പക്ഷേ കഴക്കൂട്ടം പോലീസിന് ഈ പരാതി കൈമാറാനാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ തീരുമാനമെന്ന് അറിയുന്നു. പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം ഒരിക്കൽ കൂടി വെളിവാകുന്ന തരത്തിലുള്ള ഉള്ളടക്കമാണ് ആ പരാതിയിൽ ഉള്ളത് എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉദ്ദേശവും അത് തന്നെയായിരിക്കണം. താനുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നത് എന്ന് പരസ്യമായി വെളിപ്പെടുത്താൻ വേണ്ടി കൂടിയായിരിക്കണം ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനൊരു പരാതി നൽകിയെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു നീക്കമുണ്ടായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പ്രതികരണം വരേണ്ടത് കടകംപള്ളി സുരേന്ദ്രനിൽ നിന്നാണ്. പ്രതികരണം എന്ന് പറയുമ്പോൾ 2024 ഇങ്ങനെയൊരു മധ്യസ്ഥ ചർച്ച നടന്നിട്ടുണ്ടോ? അങ്ങനെ മധ്യസ്ഥ ചർച്ച നടക്കുമ്പോൾ ഈ സ്ത്രീയെ സഹായിക്കണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. പല കാര്യങ്ങളിലും വ്യക്തത വരാനുണ്ട്. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും എന്തൊക്കെ കാര്യങ്ങളിൽ ബന്ധമുണ്ട്? ഈ സ്വർണ്ണക്കൊള്ള വിവാദമുയർന്നപ്പോൾ തന്നെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതാണ്. പക്ഷേ അതോടുകൂടി അത് അവസാനിച്ചു എന്ന ചോദ്യമുണ്ട്. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനി വെളിപ്പെടാനുണ്ട്? രണ്ടാമത്തെ കാര്യം, ഈ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെ ഈ പുതിയ പരാതി വന്നു? അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉയർത്തുന്ന കാര്യങ്ങൾ അതിലെ മെറിറ്റ് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അല്ലേ? ഈ പരാതിയിൽ ഇനി തുടർ നടപടികൾ എന്തായിരിക്കും? തീർച്ചയായിട്ടും ആ പരാതിയിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോൾ ഉടൻ തന്നെ അടുത്ത കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ജയിലിലേക്ക് വിടാനുള്ള ഒരു നീക്കം അന്ന് SIT നടത്തിയിരുന്നു. പക്ഷേ ഈ പരാതി, അതായത് ഈ പ്രതിഭ എന്ന് പറയുന്ന സ്ത്രീയുടെ അടക്കം പരാതി അന്ന് SITയുടെ കൈകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കേസെടുക്കാതിരിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തതിന് കാരണം ഇത് ഒരുപാട് പഴയ കേസാണ്. അതായത് 2017 ഉണ്ടായ ഒരു സംഭവമാണ്. അതിന് പിന്നീട് ഈ സ്ത്രീ പരാതി നൽകുകയും ആ പരാതി സ്ത്രീ തന്നെ പിൻവലിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിൽ സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും അതേ പരാതിയുമായിട്ട് ആ സ്ത്രീ വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു പരാതിയിൽ കേസെടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയായിരുന്നു അന്ന് SITയെ സംബന്ധിച്ച് തുടർ നടപടി സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം. പക്ഷേ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ അന്ന് നൽകിയിട്ടുള്ള ഒരു പരാതിക്ക് പിന്നിൽ ഇത്തരത്തിലൊരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളൊരു പരാതിയുമായി രംഗത്ത് വരുമ്പോൾ അതിലിനി എന്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് കാണേണ്ടത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് അങ്ങനെ ഒരു പരാതി ഇന്ന് വൈകുന്നേരം 5:30 ലഭിക്കുന്നത്. തുടർന്ന് ഇത് കഴക്കൂട്ടം പോലീസിന് കൈമാറാൻ, അതായത് സംഭവം നടന്ന സ്ഥലം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായതുകൊണ്ട് അങ്ങോട്ടേക്ക് കൈമാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതായിരിക്കും കഴക്കൂട്ടം പോലീസ് പരിശോധിക്കുക. അതിൽ കടകംപള്ളി സുരേന്ദ്രന്റെ എതിരെയാണ്, കടകംപള്ളി സുരേന്ദ്രനും പ്രതിഭയും കൂടിയാണ് ഇത്തരത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇരുവരുടെയും മൊഴി ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തേണ്ടി വരും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയം കൂടിയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക്
ശരി, ഹരിമോഹനാണ് ഏറ്റവും നിർണായകമായ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്. കടകംപള്ളിക്കെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഭൂമി തട്ടിപ്പ് കേസിൽ തന്നെ പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് ആരോപണം. ഏതായാലും തുടർ നടപടികൾ ഉണ്ടാകേണ്ടത്.